ജനാധിപത്യ രാജ്യത്ത് സമരം ചെയ്യുവാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അതോടൊപ്പം സമരം ചെയ്യാതിരിക്കുവാനും. പുതിയ തൊഴിൽ കോഡുകൾ റദ്ദാക്കുക, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വർഷത്തിൽ 200 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുക, പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക, സംഘടിതവും അസംഘടിതവുമായ മേഖലകളിലെ തൊഴിലാളികൾക്കുള്ള സംരക്ഷണം ശക്തിപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിനെതിരെ തൊഴിലാളി സംഘടനകളായ INTUC, CITU, AITUC തുടങ്ങിയ 10 തൊഴിലാളി സംഘടനകളും സംയുക്ത കിസാൻ മോർച്ചയുടെ കീഴിലുള്ള കർഷക തൊഴിലാളി സംഘടനകളും സമരത്തിനിറങ്ങിയത്. സമരം വിജയമായിരുന്നു. സമരത്തിലൂടെ തൊഴിലാളികൾ എന്താണ് ലക്ഷ്യം വെച്ചതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയോ? ദേശീയ പണിമുടക്ക് കേരളത്തിൽ മാത്രമായോ? വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു. തൊഴിലാളികളുടെ പേരിൽ നടന്നത് രാഷ്ട്രീയ മുതലെടുപ്പോ? 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സമരം നടന്നിട്ടും സാധാരണ ജനങ്ങൾക്ക് നേരെ കയ്യേറ്റം നടന്നത് കേരളത്തിൽ മാത്രം. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ നടന്ന സമരത്തിൽ ദുരിതമനുഭവിച്ചത് സാധാരണ ജനങ്ങൾ. ദേഹോപദ്രവം ഏൽപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും സമരം വിജയിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ എന്തുകൊണ്ട് ജനങ്ങളുടെ സംരക്ഷകരാകേണ്ടവർ കയ്യും കെട്ടി നോക്കി നിന്നു? തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആശാ വർക്കർമാരടക്കം 150 ദിവസമായി സമരം ചെയ്യുന്ന കേരളത്തിൽ ഭരണപക്ഷത്തിന്റെ സപ്പോർട്ടുള്ള തൊഴിലാളി സംഘടനകൾ അവരെ പരിഗണിച്ചു. ചെല്ലാനം കടൽഭിത്തി വേണമെന്ന് ആവശ്യപ്പെട്ട് സമരം നടത്തിയ വൈദികർക്കും സാധാരണക്കാർക്കുമെതിരെ വഴിമുടക്കി യാത്രാക്ലേശം സൃഷ്ടിച്ചു എന്ന പേരിൽ FIR രജിസ്റ്റർ ചെയ്ത പോലീസ് സമരത്തിനു മറവിൽ നടന്ന അക്രമത്തിൽ കേസെടുത്തിരുന്നു. ചോദ്യങ്ങൾ നിരവധിയാണ്. ഓരോ സമരവും നിരവധി ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള അവകാശ പോരാട്ടമാണ്. ഈ തൊഴിലാളി സമരത്തിൽ ഏറ്റവും അധികം ആവശ്യപ്പെട്ടത് പുതുക്കിയ ലേബർ കോഡുകൾ പിൻവലിക്കുക എന്നതായിരുന്നു. ഇന്ത്യയിൽ 44 ലേബർ കോഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. 2019 മുതൽ ഇവ 4 കോഡുകളായി പരിമിതപ്പെടുത്തി. കേന്ദ്ര സർക്കാർ പുതുക്കിയ ലേബർ കോഡുകളിൽ പലതും തൊഴിലാളി വിരുദ്ധമായിരുന്നു. ചില ഉദാഹരണങ്ങൾ പരിശോധിച്ചാൽ പുതുക്കിയ കോഡ് അനുസരിച്ച് ഏത് സ്ഥാപനത്തിലും ട്രേഡ് യൂണിയനുകൾ ഉണ്ടാക്കാൻ 10% തൊഴിലാളികൾ മതി എന്നത് മാറ്റി 20% ഉയർത്തി. പഴയ ലേബർ കോഡ് അനുസരിച്ച് 14 ദിവസം മുൻപ് മാത്രം മതി സമരം നടത്താൻ നോട്ടീസ് നൽകാൻ. എന്നാൽ പുതുക്കിയ കോഡ് അനുസരിച്ച് 60 ദിവസം മുൻപേ നോട്ടീസ് നൽകണം. ഇതുവരെ 100 പേരുടെ മുകളിൽ തൊഴിലാളികളെ പിരിച്ചുവിടണമെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണമായിരുന്നു. എന്നാൽ അതിപ്പോൾ 300 ഉയർത്തി. 8 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെയുള്ള ജോലി സമയം 12 മണിക്കൂർ വരെ ആകാമെന്നും പുതുക്കിയ തൊഴിൽ കോഡിൽ പറയുന്നു. എന്നാൽ വേതന വർധനവിനെ കുറിച്ച് അതിൽ പരാമർശിക്കുന്നുമില്ല. ഇത്തരം കോർപ്പറേറ്റ് അനുകൂല നിയമങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതിനിവിടെ ആർക്കും തർക്കമില്ല. എന്നാൽ അതിന് സ്വീകരിക്കുന്ന രീതികൾ അതുമായി യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത അന്നന്നത്തെ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുന്ന സാധാരണ ജനങ്ങളുടെ മേൽ കുതിര കയറുവാനാകരുത്. ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ആശുപത്രികളിൽ പോകുന്നവരെ പോലും തടയുകയും ചെയ്യുന്ന ഈ ജനാധിപത്യ വിരുദ്ധ സമരം കാലഹരണപ്പെട്ടതാണ്. കേരളത്തിൽ പൊതുഗതാഗതവും സ്വകാര്യ വാഹനവും തടയും. ഷോപ്പുകൾ അടച്ചുപൂട്ടും. തയ്യാറാകാത്തവരെ ഭീഷണിപ്പെടുത്തിയും കയ്യേറ്റം ചെയ്തും വരുതിയിൽ വരുത്തും. ജീവൻ രക്ഷിക്കുവാൻ ആശുപത്രിയിൽ പോകുന്നവരെ തടയും. ഒരു CPM പ്രവർത്തകൻ തന്നെ തന്റെ മകനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനിടയിൽ പ്രതിഷേധവുമായി എത്തിയ പാർട്ടിക്കാരോട് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നുണ്ട്. ഒരേ സമയം ജനങ്ങളുടെ വഴിമുടക്കുന്ന സമരക്കാർ സമരത്തിനായി കാറെടുത്ത് ഇറങ്ങുന്നതും കേരളം കണ്ടു. ഇതൊരു സാക്ഷര കേരളത്തിന് സമ്മതിച്ചു കൊടുക്കുവാൻ ആവുന്നതല്ല. അതൊക്കെ എത്രയൊക്കെ തന്നെ ന്യായീകരിച്ചാലും നടന്നിട്ടുള്ള തൊഴിലാളി വർഗത്തിന്റെ ചരിത്രം നോക്കിയാൽ, ചിക്കാഗോ മുതൽ ഉള്ള ചരിത്രം നോക്കിയാൽ തൊഴിലാളികൾ സമരം ചെയ്താണ് അവരുടെ അവകാശങ്ങൾ നേടിയെടുത്തിട്ടുള്ളത്. ആ അവകാശങ്ങളൊന്നും ഏതെങ്കിലും ഒരു ഗവൺമെന്റ് വന്ന് അതിനെ തകിടം മറിക്കുന്നതിന് വേണ്ടി അനുവദിക്കുന്നത് ശരിയുമല്ല. മിനിസ്റ്റർ ഇപ്പോൾ രാവിലെ നടന്നു പോകുന്നു. സംസ്ഥാനത്ത് മുഴുവൻ കാണുന്ന ഒരു അവസ്ഥ, ഈ യാത്രക്കിടെ കുടുങ്ങിപ്പോയ പല യാത്രക്കാരും ഇപ്പോൾ അവര് ബസ്സിൽ കയറാൻ ശ്രമിക്കുമ്പോൾ വന്ന് സമരം വന്ന് തടയുന്നു. പല സർവീസ് നടത്താൻ തയ്യാറായ KSRTC ബസ്സിൽ ഓടാൻ സമ്മതിക്കുന്നില്ല. ഇത്തരം യാത്രക്കാരെ ദ്രോഹിക്കുന്നത് ശരിയായ നടപടിയാണോ? അവർക്കും സ്വാതന്ത്ര്യമില്ലേ? ഒരു 6 മാസങ്ങൾക്ക് മുമ്പേ പ്രഖ്യാപിച്ചിട്ടുള്ള സമരമാണ്. ഒരു പ്രാവശ്യം സമരം മാറ്റിവെച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് ബോധപൂർവം സമരക്കാർ യാത്രക്കാരെ ദ്രോഹിക്കുന്നു എന്ന് പറയുന്നതിന് വേണ്ടി കഴിയില്ല. കാരണം 6 മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള സമരമാണ്. മിനിസ്റ്റർ, ഈ ഗണേഷ് കുമാർ പറഞ്ഞത് ഇന്നലെ ഈ സമരത്തിനെതിരായിട്ടാണ്. ഒരു മന്ത്രി ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയ ശരിയാണ്? ഗണേഷ് കുമാറിന്റെ അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ സമരത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള പ്രസ്താവന വന്നിട്ടുണ്ട്. സമരം എത്ര നാളുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചതാണെങ്കിൽ പോലും ആശുപത്രി ആവശ്യങ്ങൾ, കല്യാണ ആവശ്യങ്ങൾ എന്നിവ മാറ്റി നിർത്താൻ ആവുന്നതല്ല. പണിമുടക്കിയാലും ശമ്പളം കുറയാത്ത സംഘടിത തൊഴിലാളി വർഗം അത്താഴ പട്ടിണിക്കാരോട് പട്ടിണി കിടക്കാൻ ആവശ്യപ്പെടരുത്. പ്രാരാബ്ധങ്ങളിലും കടക്കണിയിലും കഴിയുന്ന സാധാരണ വഴിയോര ചെറുകിട കച്ചവടക്കാർക്ക് സമരം ഒരു പീഡനമുറയായി തോന്നരുത്. നിങ്ങളുടെ സമരം കേന്ദ്ര സർക്കാരിനോടാണെങ്കിൽ അതവരെ ബോധ്യപ്പെടുത്തുവാനാണ് ശ്രദ്ധിക്കേണ്ടത്. അതിലുപരി രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ പൊതുജനങ്ങളുടെ നടുപൊടിക്കാനാവരുത്. യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ 16 നടപ്പിലാക്കുവാനുള്ള പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഉത്തരവ് പുറത്തു വന്നിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കുവാനുള്ള ഒരേയൊരു മാർഗം തലാലിന്റെ കുടുംബത്തിന്റെ മാപ്പ് മാത്രമെന്നതാണ് നിലവിലെ സ്ഥിതി. അതിനും ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. യമനിലെ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഉത്തരവ് ജയിൽ അധികൃതർക്ക് കൈമാറിയിട്ടുണ്ട്. നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാനായി കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം ദയാധനം ആവശ്യപ്പെട്ടു എന്നാണ് വിവരം. എന്നാൽ തുക എത്രയെന്ന് കുടുംബം അറിയിച്ചിട്ടില്ല. $1 മില്യൺ നൽകാമെന്ന ആക്ഷൻ കമ്മിറ്റി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ജോസ് കെ മാണി, ചാണ്ടി ഉമ്മൻ എന്നിവർ നിമിഷപ്രിയയുടെ മോചനത്തിനായി നയതന്ത്ര നീക്കത്തിനായി ആവശ്യപ്പെട്ടിരുന്നു. പണം നൽകാൻ സന്നദ്ധത അറിയിച്ച ബോബി ചെമ്മണ്ണൂരും രംഗത്ത് വന്നിരുന്നു. ദയാധനം സ്വീകരിക്കുവാനുള്ള സന്നദ്ധത കുടുംബം അറിയിച്ചുവെന്നാണ് ബോബി ചെമ്മണ്ണൂരിനോട് യമൻ പൗരൻ അറിയിച്ചത്. 2017 നടന്ന കൊലപാതകമാണ് നിമിഷപ്രിയയ്ക്ക് കുരുക്കായത്. സഹപ്രവർത്തകനായ തലാൽ അബ്ദു മഹദിയെയാണ് നിമിഷപ്രിയ കൊലപ്പെടുത്തിയത്. എന്നാൽ ഇതിലേക്ക് നിമിഷപ്രിയയെ കൊണ്ടെത്തിച്ചത് തലാലിന്റെ ക്രൂര പീഡനങ്ങളായിരുന്നു. യമനിൽ നഴ്സായി ജോലി ചെയ്തുകൊണ്ടിരുന്ന നിമിഷപ്രിയ 2014 തലാൽ അബ്ദു മഹദിയെ പരിചയപ്പെടുന്നത്. നിമിഷയും കുടുംബവും സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയമായിരുന്നു അത്. അവിദഗ്ധ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന ഭർത്താവ് ടോമി തോമസിന് കുറഞ്ഞ ശമ്പളത്തിൽ കുട്ടിയെ നോക്കുന്നത് ബുദ്ധിമുട്ടായിരുന്നതിനാൽ 2014 ഏപ്രിലിൽ അവരുടെ 1 വയസ്സുള്ള കുട്ടിയുമായി അയാൾ കേരളത്തിലേക്ക് മടങ്ങി. ഭർത്താവും ഭാര്യയും ഇരു രാജ്യങ്ങളിൽ ആയിരുന്നെങ്കിലും അവരുടെ സ്വപ്നങ്ങൾക്ക് മങ്ങലേറ്റിട്ടുണ്ടായിരുന്നില്ല. നിമിഷയും ഭർത്താവും യമനിൽ ഒരു ചെറിയ ക്ലിനിക് തുടങ്ങുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ലൈസൻസ് പ്രോസസ് ചെയ്യാൻ ഒരു യമൻ പൗരന്റെ സഹായം ആവശ്യമാണെന്ന് അറിഞ്ഞാണ് യമനിൽ തുണിക്കട നടത്തുന്ന തലാലിനെ നിമിഷ സമീപിക്കുന്നത്. എന്നാൽ ലൈസൻസിനായി തലാലിന്റെ സൗകര്യം നിമിഷ സ്വീകരിച്ചില്ല. അന്ന് അവൾ ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിന്റെ ഉടമയായ അബ്ദുൾ ലത്തീർ നിമിഷ സ്വന്തമായി ക്ലിനിക്ക് ആരംഭിക്കുന്നതിൽ അസ്വസ്ഥനായിരുന്നു. ആദ്യം അയാൾ കോളിളക്കം സൃഷ്ടിച്ചെങ്കിലും ക്ലിനിക്കിന്റെ 33% ഷെയറിനായി പണം നിക്ഷേപിക്കാൻ അവസരം കൊടുത്തതോടെ അദ്ദേഹം സമ്മതിച്ചു. അതോടെ തലാലിന്റെ സഹായവും ആവശ്യമായി വന്നില്ല. 2015 നിമിഷ തന്റെ ക്ലിനിക്ക് ആരംഭിച്ചെങ്കിലും യമനിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും രാജ്യം പുതിയ വിസ നൽകുന്നത് നിർത്തുകയും ചെയ്തതോടെ ഭർത്താവിനും കുട്ടിക്കും തിരികെ യമനിലേക്ക് വരാൻ കഴിഞ്ഞില്ല. ഇതൊരവസരമായി എടുത്ത് തലാൽ നിമിഷയെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. ക്ലിനിക്ക് വളരെ നന്നായി മുന്നോട്ടു പോയി. മെറ്റീരിയലുകൾ ശേഖരിക്കുവാനും കുറച്ച് പണം നൽകാൻ തലാൽ നിമിഷയെ സഹായിക്കുകയും ചെയ്തു. എന്നിരുന്നാലും തലാലിനെ ഞെട്ടിച്ചത് നിമിഷയുടെ വരുമാനമായിരുന്നു. ഇതോടെ വരുമാനത്തിന്റെ ഒരു വിഹിതം തനിക്ക് നൽകണമെന്ന ആവശ്യവുമായി തലാലെത്തി. പതിയെ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവകാശമുറപ്പിക്കുവാൻ തലാൽ ശ്രമിച്ചു തുടങ്ങി. അങ്ങനെ ക്ലിനിക്കിന് വേണ്ടി നിമിഷ വാങ്ങിയ വാഹനങ്ങൾ പോലും തലാൽ തന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു. നിമിഷ അറിയാതെ തന്നെ അബ്ദുൽ ലത്തീഫിനെ ക്ലിനിക്കിൽ ഉൾപ്പെടുത്തുവാൻ രേഖകൾ തയ്യാറാക്കിയപ്പോൾ ഓഹരി ഉടമയായി തലാൽ തന്റെ പേരും കൂട്ടിച്ചേർത്തു. താമസിയാതെ നിമിഷ അറിയാതെ തന്നെ പ്രതിമാസ വിഹിതം ക്ലിനിക്കിൽ നിന്ന് പിടിക്കുവാൻ തലാൽ തുടങ്ങിയിരുന്നു. ഇതന്വേഷിച്ചപ്പോഴാണ് തലാൽ തന്നെ നിമിഷ തന്റെ ഭാര്യയാണെന്ന് എല്ലാവരോടും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരുന്നു എന്ന കാര്യം അറിയുന്നത്. ഇത്തരത്തിൽ ഭാര്യയെ തലാൽ പീഡിപ്പിക്കുന്ന കാര്യങ്ങൾ ടോമി വൈകിയാണ് അറിയുന്നത്. വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തലാൽ തന്റെ വീട്ടുകാരെയും ഇത് വിശ്വസിപ്പിച്ചു. ഒരു തവണ നിമിഷയുടെ കൂടെ തൊടുപുഴയുള്ള വീട്ടിൽ വന്ന തലാൽ നിമിഷയുടെയും ഭർത്താവിന്റെയും കല്യാണ ആൽബത്തിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുകയും അത് മോർഫ് ചെയ്ത് തലാലാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. ശല്യം സഹിക്കവയ്യാതായതോടെ 2016 നിമിഷ പോലീസ് സ്റ്റേഷനെ സമീപിച്ചു. എന്നാൽ ഈ പരാതി ഉന്നയിച്ചതിന് യമൻ നിയമപ്രകാരം തലാലിനൊപ്പം നിമിഷയെയും അറസ്റ്റ് ചെയ്തു. 16 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം
വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തലാൽ അത് കോടതിയിൽ സമർപ്പിക്കുകയും ഇരുവരെയും വിട്ടയക്കുകയും ചെയ്തു. ഇതോടെ തലാൽ ശാരീരികമായി ആക്രമിക്കുവാനും തുടങ്ങി. നിമിഷയുടെ പാസ്പോർട്ട് എടുക്കുകയും തന്നോടൊപ്പം ജീവിക്കുവാൻ നിർബന്ധിക്കുകയും ചെയ്തു. രാത്രിയിൽ തലാൽ തന്റെ സുഹൃത്തുക്കളെ പോലും നിമിഷയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി ലൈംഗിക താല്പര്യങ്ങൾ ചെയ്യുവാൻ നിമിഷയെ നിർബന്ധിക്കാറുണ്ടായിരുന്നു. യമനിൽ രാത്രി സമയത്ത് സ്ത്രീകൾ പുറത്തിറങ്ങി നടക്കാറില്ലാതിരുന്നിട്ട് പോലും ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് നിമിഷ റോഡിലൂടെ ഓടുമായിരുന്നുവെന്ന് ദി ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. തലാൽ പാസ്പോർട്ട് പിടിച്ചെടുത്തതിനാൽ നിമിഷയ്ക്ക് രക്ഷപ്പെടുവാൻ മറ്റു മാർഗങ്ങളില്ലായിരുന്നു. അതിനാൽ ക്ലിനിക്കിലെ ഒരാളുടെ നിർദ്ദേശപ്രകാരം തലാലിനെ മയക്കുമരുന്ന് കുത്തിവെച്ച മയക്കി പാസ്പോർട്ട് എടുക്കാമെന്ന് നിമിഷ പദ്ധതിയിട്ടു. എന്നാൽ സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളായതിനാൽ ഇത് തലാലിനെ ബാധിച്ചില്ല. എന്നാൽ മറ്റൊരു ദിവസം നിമിഷ ഇതേ പദ്ധതി വീണ്ടും പ്ലാൻ ചെയ്യുകയും അന്ന് വിറയലോടുകൂടി തലാൽ നിലത്ത് വീഴുകയും ചെയ്തു. തലാലിനെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ ചെയ്തതല്ലെങ്കിലും ഇതിലയാൾ കൊല്ലപ്പെടുകയായിരുന്നു. ഭയന്നുപോയ നിമിഷ സുഹൃത്തായ ഹനാനെ വിളിക്കുകയും ശരീരം മറവ് ചെയ്യുകയും ചെയ്യണമെന്ന് അവൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഉത്കണ്ഠയായ നിമിഷ സെഡേറ്റീവ് ഗുളികകൾ കഴിക്കുകയായിരുന്നു. ഹനാൻ തന്നെയാണ് മൃതദേഹം വെട്ടിമാറ്റി വാട്ടർ ടാങ്കിൽ സംസ്കരിച്ചത്. കേസിൽ കൂട്ടുപ്രതി കൂടിയായ ഹനാനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. 2017 ഓഗസ്റ്റിൽ ഹനാനെയും നിമിഷയെയും അറസ്റ്റ് ചെയ്യുകയും വിചാരണ കോടതി നിമിഷയെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. 2017 അറസ്റ്റിലായതു മുതൽ സനയിലെ ജയിലിലാണ് നിമിഷപ്രിയ. 2020 നിമിഷപ്രിയയ്ക്ക് വിചാരണ കോടതി വധശിക്ഷ വിധിക്കുന്നത്. അതേസമയം അടിയന്തര ഇടപെടൽ ലക്ഷ്യമിട്ട് നിമിഷപ്രിയയുടെ മോചനത്തിനായി വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഇടപെടലിന് ശ്രമിക്കുന്നുണ്ട്. യമൻ സർക്കാരുമായുള്ള നയതന്ത്ര ബന്ധത്തിലെ അപര്യാപ്തത ഇടപെടലുകൾക്ക് വിലങ്ങുതടിയാകുമെന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്.